വണ്ടിക്കൂലി വെറുതെയാവില്ല. ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്. കാർഷിക, ആരോഗ്യ, ശുചിത്വ, ടൂറിസം, കായിക മേഖലകൾക്ക് മുൻഗണന നൽകിയ നിലമ്പൂർ UDF ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് നഗരസഭാ വൈസ് ചെയർമാൻ ഷൗക്കത്ത് അലി കൂമഞ്ചേരി അവതരിപ്പിച്ചു. 70 കോടിയിലധികം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതാണ് പുതിയ ബജറ്റ്. അംഗീകാരം ലഭിക്കാത്ത ബജറ്റ് നിലനിൽക്കില്ലെന്ന് പ്രതിപക്ഷം. കേന്ദ്രത്തെ മാതൃകാപരമായി പ്ലാസ്റ്റിക് ഇഷ്ടിക ഉപയോഗിച്ച് നിർമ്മിക്കൽ, ജൈവമാലിന്യ ശേഖരണം ശക്തിപ്പെടുത്തൽ, പ്ലാസ്റ്റിക് പകരം തുണിസഞ്ചി മുതലായവ നിർമ്മിക്കല്, ഇതൊക്കെയാണ് ഈ മുനിസിപ്പാലിറ്റി മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ സംരംഭം. ഓപ്പൺ ജിം, ഹാപ്പിനെസ് പാർക്ക്, കിടപ്പിലായ രോഗികൾക്ക് ഭക്ഷണം, മരുന്ന് വീട്ടിലെത്തിക്കൽ തുടങ്ങിയവയ്ക്കും ഈ ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട്. കുടിവെള്ള സംരക്ഷണവും ജലസംരക്ഷണവും, വേനൽക്കാല കുടിവെള്ള ക്ഷാമം എന്നിവ മറികടക്കാൻ വിവിധ പ്രദേശങ്ങളിൽ തടയണകൾ നിർമ്മിക്കാൻ അടുത്തമായ എന്റെ കിണറ്റിലേക്ക് പദ്ധതി വഴി കിണർ റീചാർജിങ്, നീർച്ചാലുകളുടെ വികസനത്തിനായി ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയിലൂടെ ഈ പദ്ധതി ഇവിടെ അവതരിപ്പിക്കും. ലഹരി നിർമ്മാണ യജ്ഞം, നഗരസഭ എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികളുടെയും കോളനികൾക്കുമായി ബോധവൽക്കരണ പരിപാടികൾ, ഡി അഡിക്ഷൻ സെന്ററുകൾ, പിന്തുണ, സാമൂഹ്യ മാധ്യമ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയും ഈ ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന് ഈ ബജറ്റിൽ പ്രഥമ പരിഗണന നൽകിയിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. 1 കോടി രൂപ ഇതിനായി വകയിരുത്തിയിട്ടുണ്ട്. 10 കോടിയാണ് നിർമ്മാണ ചെലവിന് കണക്കാക്കിയിട്ടുള്ളത്. പ്രവൃത്തി MP, MLA ഫണ്ടുകൾ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തും. നഗരസഭയ്ക്ക് അധിക ബാധ്യതയില്ലാതെ നടപ്പാക്കും. നഗരസഭയിൽ 36 കൌൺസിൽമാരെയും ഒന്നായി കണ്ടാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. ഇതിൽ 1-2 ആളുകൾക്ക് മാത്രമാണ് പ്രശ്നം. കഴിഞ്ഞ നഗരസഭയുടെ കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പരാതികളിലും തുടർ അന്വേഷണം ഉണ്ടാവുമെന്നും അഴിമതിക്ക് കൂട്ടുനിന്നിട്ടുള്ളവരെ വെറുതെ വിടില്ലെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ബജറ്റ് കഴിഞ്ഞ ഭരണസമിതി ബജറ്റിന്റെ ആവർത്തനം മാത്രമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. റിവേഴ്സ് ബേസ്ഡ് ബജറ്റാണ് എന്ന് പറഞ്ഞാൽ ഇത് ഈ സാമ്പത്തിക വർഷം നിലനിൽക്കുന്ന ബഡ്ജറ്റേ അല്ല. കാരണം മെയിൻ പോയിന്റ്, നിലമ്പൂർ നഗരസഭ ജില്ലാ ആസൂത്രണ സമിതിയിൽ ഇന്ന് വരെ പദ്ധതി സമർപ്പിച്ചിട്ടില്ല. പദ്ധതി നഗരസഭ കൗൺസിൽ ഭൂരിപക്ഷ തീരുമാനപ്രകാരം കഴിഞ്ഞ 3-ാം തീയതി അംഗീകാരം വാങ്ങിയെങ്കിലും തുടർന്ന് ഇന്നലെ വീണ്ടും അതേ കൗൺസിൽ യോഗം ചേർന്ന് ആ തീരുമാനത്തിൽ ഭേദഗതി വരുത്താൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറ്റമറ്റ രീതിയിൽ ആക്കി മാറ്റാൻ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ ഒരു വികസന രേഖയാണ് ഇവിടെ അവതരിപ്പിച്ചത് എന്നുള്ളത് ഇന്നലത്തെ കൗൺസിലിലൂടെ ഈ നഗരസഭാ ഭരണസമിതി തന്നെ സ്ഥാപിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ പദ്ധതിയിലെ തുകയും ആ പദ്ധതിയും വെച്ച് രൂപീകരിച്ചിട്ടുള്ള ഈ നിലമ്പൂർ നഗരസഭയിൽ 2 വാർഡ് സഭകൾ ഇനിയും ചേരാനിരിക്കെ അപൂർണമായി തയ്യാറാക്കിയിട്ടുള്ള ഈ പദ്ധതിയെ ബേസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഈ ബഡ്ജറ്റ് നിലനിൽക്കുന്ന ബഡ്ജറ്റല്ല. പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കാതെ അവതരിപ്പിച്ച ബജറ്റ് നിലനിൽക്കുന്നതല്ലെന്നും ബഷീർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, കണ്ണൂർ.